കോമഡി ഉത്സവത്തിൽ പോയി മിമിക്രി ചെയ്തു, പാട്ടൊക്കെ പാടി, രണ്ടും കൂടെ അങ്ങ് കെട്ടി. അത്രയാണ് സംഭവിച്ചത്. ജാവ സിമ്പിൾ ആണ്, പവർഫുൾ, ഭയങ്കര പവർഫുൾ ആണ് അല്ലെ? രണ്ടുപേരും വയനാട്ടുകാരാണോ? എങ്ങനെയാ നിങ്ങൾ ഇങ്ങനെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് എന്താ പറയുക? ഇത് ഭാര്യ ഭർത്താവാണെന്ന് തോന്നുന്നു അല്ലേ? ആണോ? ഷാഡോ കപ്പിൾസ്. എത്ര പ്രാവശ്യം കോമഡി ഉത്സവത്തിൽ പോയിട്ടുണ്ടെന്നാ പറയുന്നേട്ടെ? 4 പ്രാവശ്യം കോമഡി ഉത്സവത്തിൽ പോയി. ഒരു തവണ. ആയി മച്ചാമാരെ നമസ്കാരം. ഞാൻ എന്നുള്ളത് പുൽപ്പള്ളി എന്ന് പറയുന്ന പ്രദേശത്ത്, പുൽപ്പള്ളിക്ക് ശശിമല എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ എന്നുള്ളത്. ഒരു അടിപൊളി കപ്പിൾസിനെയാണ് ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. രണ്ടുപേരും കട്ടയ്ക്ക് അനുകരണം ചെയ്യുന്ന ഒരാളാണ് അല്ലെ? പാട്ട് അനുകരിക്കുന്നു, അതേപോലെ തന്നെ എന്താ പറയാ, കലാകാരന്മാരെ വോയിസ് അനുകരിക്കുന്നു അല്ലെ? നമുക്ക് വേണ്ടിയിട്ട് ഈ കോമഡി ഉത്സവത്തിലൊക്കെ പോയിട്ട് നിങ്ങൾ അടിച്ച് മിന്നിച്ച് കത്തിച്ച് വന്ന ആൾക്കാരാണ്. നമ്മുടെ ഈ പ്രേക്ഷകർക്കും കാണുന്ന രീതിയിൽ ഒരു മിമിക്രി കോമ്പറ്റീഷൻ തന്നെ നമുക്കിവിടെ ഒന്ന് ചെയ്തു നോക്കിയാലോ? ചെയ്തു നോക്കാം. നമുക്ക് തുടങ്ങല്ലേ? ഓക്കെ, അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കോമ്പറ്റീഷൻ ആണോ? കോമ്പറ്റീഷൻ റെഡി അല്ലേ? വൈകുന്നേരം വീട്ടിൽ ചെന്നിട്ട് ഭാര്യയും ഭർത്താവും കൂടെ വേറെ അടി ഉണ്ടാക്കരുത്. അത് വേറെ കോമ്പറ്റീഷൻ വേറെ ഉണ്ടാവും. നമുക്ക് ചാളമേരി അമർ അക്ബർ അന്തോണി. ഓക്കെ, തുടങ്ങാം. അതിന് നിനക്ക് പ്ലസ് ടു പഠിക്കണ കനിയാമേനെ അറിയാവാ? എന്താ കണ്ടു? ഞാൻ തന്നെയാണാ പ്ലസ് ടു പഠിക്കണ കനിയാമേനൻ. ഈ പിശാച് എപ്പോഴും എന്നോട് ചോദിക്കും യാത്ര സെറ്റ് ആക്കണത്. ഞാൻ ചട്ടേ പുട്ടടി വേറെ ചോദിക്കരുത്. ഈ ജാലവണ്ടി ഇത് മാറ്റിയിട്ടേ ഒരു ഹാലിഡേഴ്സ് എടുക്ക്. അതാകുമ്പോ ഹെവി സ്പോട്ടിൽ റൈഡി പൊസിഷനാണ്. ഇതേപോലെ വഴി കിടക്കയില്ല. അടിപൊളി. നമ്മളെന്താ ചെയ്യുന്നത്? പാട്ടാണോ ചെയ്യുന്നത്? ഞാൻ പാട്ടാ ചെയ്യുന്നത്. നമുക്ക് നോക്കിയാലോ? നോക്കാം. ഞാൻ പി ശ്രീരാമേന്റെ സൗണ്ടിലൊന്ന് പാടി നോക്കാട്ടോ. പൊന്മുടി പുഴയുടെ അനുജത്തി നമുക്കൊരേ പ്രായം, നമുക്കൊരേ മോഹം, നമുക്കൊരേ ദാഹം, പൂന്തേനരുവി. രണ്ടുപേരും വയനാട്ടുകാരാണോ? എങ്ങനെയാ നിങ്ങൾ ഇങ്ങനെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് എന്താ പറയുക? ഒരു സിങ്ക് ആവണല്ലോ അല്ലെ? എങ്ങനെ കിട്ടി ഇങ്ങനെ രണ്ടെണ്ണത്തിന് ഒരുമിക്കാനുള്ള കാരണം? കോമഡി ഉത്സവമാണ്. കോമഡി ഉത്സവത്തിൽ പോയി മിമിക്രി ചെയ്തു, പാട്ടൊക്കെ പാടി, രണ്ടും കൂടെ അങ്ങ് കെട്ടി. അത്രയാണ് സംഭവിച്ചത്. അപ്പൊ ഇതിനെ കോമ്പറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ശബ്ദം കൂടെ നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ? വിനയ് ഫോർട്ട്. പാതിരാത്രിക്ക് വിളിച്ച് നിന്റെ നമ്പർ ചോദിക്കുമ്പോൾ ഞാനെന്ത് പറയണം? എനിക്കറിയില്ല എന്ന് പറയണോ? നീ ഒന്ന് കുടിച്ചു നോക്ക്. നിന്റെ കൂതറ പാറ്റുള്ളത് ഒറിജിനൽ സർക്കാർ പാട്ടാ. ജാവ സിമ്പിൾ ആണ്, പവർഫുൾ, ഭയങ്കര പവർഫുൾ ആണ് അല്ലേ? അഞ്ജലിക്ക് മനസ്സിലായോ? ജാവ സിമ്പിൾ ആണ്, ഒരു രക്ഷയില്ല, പവർഫുൾ. അടിപൊളി അല്ലേ? നമുക്ക് അടുത്ത പാട്ട് അന്നേരം പിടിക്കാനുള്ള സമയമായിട്ടുണ്ട്. നമുക്ക് നോക്കാം. വിദ്യയുടെ സൗണ്ടിലൊന്ന് നോക്കാം നമുക്ക്. അച്ഛനും കൊച്ചനും കൊച്ചനും എത്തി സെറ്റുമസാ. അക്കിളി കിളിപ്പനിക്കിത്താളി സെറ്റുമസാ. അച്ഛനും കൊച്ചനും കൊച്ചനും എത്തി സെറ്റുമസാ. കുക്കുഴുക്കൻ കക്കിരി കക്കും കാറുമ്പൻ പണ്ടൊരു കാട്ടിലെത്തി. മുന്തിരി കണ്ടു കൊതിച്ച് നക്കിളി വെള്ളം കൊതിച്ച് കൊമ്പത്ത് നോക്കി നിന്നു. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇതിനെക്കുറിച്ച് വേറൊന്നും പറയാനില്ല മച്ചാമാരെ. അപ്പോ നമ്മൾ സാധാരണ എന്താ ചേട്ടൻ ശരിക്കും പേര്? രജീഷ് ആര്യ അല്ലേ? എന്താ പ്രൊഫഷണൽ ആയിട്ട് എന്താ ചെയ്യുന്നത്? ഞാൻ ഇപ്പൊ TTC കഴിഞ്ഞു, PSC നോക്കുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ട് ഗാനമേളയ്ക്ക് പോകുന്നുണ്ട്. ഗാനമേള ട്രൂപ്പിൽ പാടാൻ വേണ്ടി പോകുന്നുണ്ട്. ഏത് ട്രൂപ്പിന് വേണ്ടിയാ പാടാൻ പോകുന്നത്? ഞാൻ സാരംഗ് സങ്കീർത്തനം, രണ്ടൊരു ടീം തന്നെ. ആ ടീമിൽ സ്ഥിരമായിട്ട് പോകുന്നുണ്ട്. അതേപോലെ സ്റ്റേജ് പെർഫോമൻസിന് ചേട്ടായി പോകലുണ്ടോ? ഉണ്ട്. സ്റ്റേജ് പ്രോഗ്രാം പോകുന്നുണ്ട്. അപ്പൊ ഭാര്യ ഒരു സ്ഥലത്ത് പാടുന്നു അല്ലേ? ഭർത്താവ് ഒരു സ്ഥലത്ത് അനുകരിക്കുന്നു. ഞങ്ങള് രണ്ടും കൂടുതലും ഒരു സ്റ്റേജ് കിട്ടാറുണ്ട്. മെഗാ ഷോ ഒക്കെ വരുമ്പോഴേക്കും ഒരുമിച്ചാണ് പ്രോഗ്രാം ഒക്കെ ചെയ്യുന്നത്. ആണ് അല്ലേ? അടിപൊളി. അപ്പൊ ഈ എന്താ പറയാ, ഒരാൾക്ക് ഒരു ഭാര്യ ഒരു സ്ഥലത്ത് പാടാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു ഷോയ്ക്ക് പോകുന്നു, എന്താ പറയാ, ഒരു ഈഗോയിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല. രണ്ടുപേരും ഒരേപോലെ തന്നെ പിടിക്കുന്നുണ്ട്. കാരണം എന്താ അറിയോ, പാട്ട് എനിക്ക് ഒരു പ്രശ്നം അല്ല, വോയിസ് അവക്കും ഒരു പ്രശ്നമല്ല. അപ്പൊ ഈഗോന്റെ പ്രശ്നം. വയനാടിന്റെ സ്റ്റേജുകൾ ഇളക്കി മറിക്കുന്ന 2 പേരാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. അതായത് ഷാഡോ കപ്പിൾസ് എന്ന് പറയുന്ന 2 പേരാണ് ഇന്ന് നമ്മുടെ കൂടെ ഇത്ര നേരവും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിനേക്കാൾ വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്, ഇയാൾ ശബ്ദം അനുകരിക്കുക എന്നതിന് പുറമെ കോഹ്ലി, അതായത് വിരാട് കോഹ്ലി എന്ന് പറയുന്ന ആളുടെ
ഫിഗർ കൂടി വളരെ ഭംഗിയായി, വളരെ എന്താ പറയുക, ആൾക്കാരുടെയൊക്കെ നെഞ്ചിലേറ്റിയ ഒരു ഫിഗർ നമ്മൾ ചെയ്തു വന്നതാ അല്ലേ? ആ ഫിഗർ ഞങ്ങൾക്കൊന്ന് കാണണം, കാണിച്ചു തരില്ലേ? തീർച്ചയായും കാണിച്ചു തരും. എന്തോ ഒരു ആഗ്രഹം മനസ്സിൽ വളരെ ഇതായിട്ട് കിടക്കുന്നുണ്ടല്ലോ, എന്താണത് പറയ്. എനിക്ക് വിരാട് കോഹ്ലിനെ ഒന്ന് നേരിട്ട് കാണണം. വിരാട് കോഹ്ലിനെ നേരിട്ട് കാണാം. ഇന്ത്യൻ പ്ലെയർ ആയിട്ടുള്ള അദ്ദേഹത്തെ ഒന്ന് നേരിട്ട് കാണണമെന്നുണ്ട് അല്ലേ? കൂടെ ഒന്നൊരു സെൽഫി എടുക്കണം. അത് വിരാട് കോഹ്ലിന്റെ അതേ ഡ്യൂപ്പിൽ എടുക്കണം അല്ലേ? സർവീസ് സാധിച്ചു തരട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടാലോ? ഓ തീർച്ചയായും. അത് കഴിഞ്ഞിട്ട് ഒരു പാട്ട്, ആ ഒരു പാട്ട് എന്ന് പറയുന്നത് അനുകരിച്ച് പാടണമെന്ന് ഞാൻ പറയണില്ല, ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഏറ്റവും ഇഷ്ടത്തോട് കൂടി പാടുന്ന ഒരു പാട്ട് കൂടി ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് തരണം. തരില്ലേ? ഫിഗറിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ശബ്ദം കൂടെ നമുക്ക് കേട്ടിട്ട് അങ്ങോട്ട് പോവല്ലേ നല്ലത്? ആയിക്കോട്ടെ. കഴിവുകൾ ഇങ്ങ് പുറത്തു വരട്ടെ. അതെ, മാക്സിമം വരട്ടെ. അപ്പൊ നമുക്ക് വിനായകന്റെ സൗണ്ട് കേട്ടോ. ഓക്കെ. ഹലോ ഹലോ കൃഷ്ണ, ഞാൻ ചേട്ടാ എങ്ങേട്ടാ വെറുതെ വിളിച്ചാണ്. ആ ചെന്നെ വെച്ച് ചെറിയ ടീമല്ല, ഒരു കിട്ടില്ല ടീമാണ്. അവരെന്നെ ഉറക്കാശാൻ, ഞാൻ എങ്ങോട്ടും പോണില്ല. ആ ചെൻ്റെ കൊണ്ട് ഇവിടെ നിൽക്കാൻ പോണ. അപ്പം മിമിക്രി കോമ്പറ്റീഷന് ചെറിയൊരു ബ്രേക്ക് കൊടുത്തുകൊണ്ട് നമ്മൾ വിരാട് കോഹ്ലിന്റെ ഫിഗറിലേക്ക് എങ്ങനെ ഈ ഒരു കോഹ്ലിന്റെ ഒരു എന്താ പറയുക ഒരു ഫിഗറിലേക്ക് എത്തിപ്പെടാനുണ്ടായത് എങ്ങനെയാണ്? ഫിഗറിലേക്ക് എത്തിപ്പെട്ടെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുമായിരുന്നു, ഇങ്ങനെ വിരാട് കോഹ്ലിന്റെ ഫിഗർ ഉണ്ട്, നീ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കാൻ. അപ്പോഴും നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലല്ലോ. പിന്നെ ഞാൻ കോമഡി ഉത്സവത്തിൽ പോയപ്പോൾ നമ്മളെ മിഥുൻ ചേട്ടൻ, ആങ്കർ മിഥുൻ ചേട്ടൻ പറഞ്ഞു കോഹ്ലിന്റെ ഫിഗർ ഉണ്ട്. ഈ വിരാട് കോഹ്ലിന്റെ ഫിഗറുമായിട്ടാണോ നമ്മൾ കോമഡി ഉത്സവത്തിന് ഫസ്റ്റ്? അല്ല, ഞാൻ ഫസ്റ്റ് കോമ്പറ്റീഷനാ പോയത്. അപ്പൊ എന്റെ ലുക്ക് ഇങ്ങനെ അല്ലായിരുന്നു. അപ്പം ആ മിഥുൻ ചേട്ടൻ പറഞ്ഞപ്പം ഞാൻ അതേപോലെയൊക്കെ ഒന്ന് മാറി നോക്കി ജേഴ്സിയൊക്കെ ഒന്ന് ഇട്ട് നോക്കി. അപ്പോഴത്തേക്കും എല്ലാവരും പറഞ്ഞ കുഴപ്പമില്ല, റെഡിയാണ് എന്ന് പറഞ്ഞു. പിന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിന്റെ ഭാര്യ അല്ലേ? അങ്ങനെ നമുക്കൊരു പേര് വരുത്താൻ വേണമെങ്കിൽ അല്ലേ? എന്താ അങ്ങനെ വിളിക്കലുണ്ട്? കോഹ്ലിന്റെ വൈഫാന്ന് പറയലുണ്ട്. അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. എന്തായാലും അടിപൊളിയായിട്ടാണ് ആ ഒരു ഫിഗർ ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് കാഴ്ചയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. ഇത്രയും മനോഹരമായിട്ട് ഒരു ഫിഗർ എന്ന് പറയുന്നത് സ്റ്റേജ് ഷോയിലൊക്കെ നമ്മൾ ഫിഗറുകൾ കാണാറുണ്ട് അല്ലേ? അതിനെ കൂടുതലായിട്ടും എന്താ പറയുക ഓവർ ആക്ടിങ് ചെയ്തിട്ടാണ് ഓരോ ഫിഗറുകളും കാണിക്കുക. പക്ഷെ ഇത് നാച്ചുറാലിറ്റി കീപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫിഗറാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. എന്തായാലും വിരാട് കോഹ്ലിയെ കാണാൻ വേണ്ടി സാധിക്കട്ടെ. ആഗ്രഹം പൂവണിഞ്ഞ് ഉയരങ്ങളിലേക്ക് പറന്നുയരാൻ ഈ കപ്പിൾസിന്, ഈ ഷാഡോ കപ്പിൾസിന് സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുന്നു. വീണ്ടും ഇതുപോലുള്ള അടിപൊളി കിടക്കാച്ചി വീഡിയോസോട്ട് വീണ്ടും കാണുന്നതോടെ വരെ ഗുഡ് ബൈ. ചെമ്പരത്തിപ്പൂവേ ചൊല്ല് ദേവനിനെ കണ്ടോ, ചെമ്പരത്തിപ്പൂവേ ചൊല്ല് ദേവനിനെ കണ്ടോ, അമ്പലത്തിൽ ഇന്നല്ലയോ സ്വർണ്ണരഥഘോഷം, ചെമ്പരത്തിപ്പൂവേ ചൊല്ല് ദേവനിനെ കണ്ടോ, അമ്പലത്തിൽ ഇന്നല്ലയോ സ്വർണ്ണരഥഘോഷം, ചെമ്പരത്തിപ്പൂവേ ചൊല്ല്